വെള്ളിക്കീൽ, കാനൂൽ, പൊടിക്കുണ്ട്, പുന്നക്കുളങ്ങര എന്നീ 4 വാർഡുകളിലാണ് സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളിയത്. 28 വാർഡാണ് ആന്തൂർ നഗരസഭയിലുള്ളത്. 27ലും CPM ആണ് മത്സരിക്കുന്നത്, 1-ൽ CPI-യും. LDF വിജയിച്ച 14 സീറ്റുകളിൽ 12 സീറ്റ് വനിതാ സംവരണ സീറ്റുകളും 2 സീറ്റ് ജനറലുമാണ്. നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM പരിഗണിക്കുന്ന PK ശ്യാമളയ്ക്കും എതിരില്ല. പുതിയതായി രൂപീകരിച്ച ആന്തൂർ നഗരസഭ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു. നമുക്ക് അവിടുത്തെ വനിതാ സാരഥികൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അവിടെ CPM-ന് ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പല വാർഡിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ കൊടുത്ത തന്നെ 2-3 തള്ളിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങളങ്ങനെ ഏകപക്ഷി ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അവർ മത്സരിക്കാതിരിക്കും നമുക്ക് എന്താ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുക? ജില്ലയിലെ എല്ലാ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഭീഷണി മൂലമാണ് ആരും മത്സരിക്കാൻ തയ്യാറാകാത്തതെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. അവർക്ക് ഭയമാണ്. അവരുടെ പാർട്ടിക്കകത്ത് നിന്നുള്ള ഞാൻ ചോദിക്കുന്നു, CPM-ന് ഇത്രയും മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ എന്തിനീ കടത്തണം? തളിപ്പറമ്പിലെ CPM കോട്ടകൾ വിഭജിച്ചാണ് ആന്തൂർ നഗരസഭ രൂപീകരിച്ചത്. അതേസമയം പല വാർഡുകളിലും എതിരാളികളില്ലാതെ CPM ജയിച്ചിരുന്ന മലപ്പട്ടം, പിണറായി തുടങ്ങിയ പഞ്ചായത്തുകളിൽ കോൺഗ്രസും BJP-യും ഇക്കുറി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.